അപ്പോൾ തമ്മനയിൽ കണ്ട പോലെ തന്നെ 1 kg ബാറ്ററി ഉണ്ടാക്കിയിട്ട് 8 ഇഞ്ചിൻ്റെ പാനിലും പിന്നെ 4 ഇഞ്ചിൻ്റെ പാനിലും ഇട്ട് ബേക്ക് ചെയ്തെടുത്ത കേക്കാണ് കേട്ടോ ഇത്. എൻ്റെ ചൂടെല്ലാം പോയിട്ടാകുമ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇതാ നമ്മൾ സ്പഞ്ച് ഇതാ 1 kg ആ ഒരു ബാറ്ററിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ സാധാരണ 1 kg മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കൽ. ഇതിപ്പോൾ എനിക്ക് ഈ 8 ഇഞ്ചിൻ്റെ പാനിലിട്ട ബാറ്ററിൽ തന്നെ മൂന്ന് ലെയർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ ലെയർ വെച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ ഷുഗർ സിറപ്പ് നല്ലോണം വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് അതിൻ്റെ ഒന്നിച്ച് സ്ട്രോബെറി ക്രഷും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ്സ് ആയിട്ട് ചോക്ലേറ്റും നട്ട്സും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഓരോ ലെയറിലും ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇത് ഇവിടെ ക്രീമെല്ലാം തേച്ച് സെറ്റായി നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇനിയിപ്പം നമ്മൾ 4 ഇഞ്ചിൻ്റെ ആ ഒരു ടിന്നിൽ ചെയ്ത കേക്ക് അത് 2 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതും നേരെ ക്രീമെല്ലാം അപ്ലൈ ചെയ്യുക. നേരത്തെ കൊടുത്ത ഫില്ലിങ്സ് തന്നെയാണ് കേട്ടോ എല്ലാം കൊടുത്തിട്ടില്ല. എന്നിട്ട് ഫൈനൽ കോട്ടെല്ലാം ചെയ്തെടുത്തിന്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തതാണ്. കുറച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു കേക്കിൻ്റെ മുകളിലേക്കുള്ള വീട് റെഡിയാക്കണ്ടേ. അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാൻ റെഡിയാക്കുന്നില്ലേ. കേക്കിൻ്റെ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം കേക്ക് നമുക്ക് ഇതേപോലെ തിരിച്ചിടാം. എന്നിട്ട് ആ 2 സൈഡ് ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി കട്ട് ചെയ്തെടുത്ത ആ ഒരു പോർഷനിലും നമ്മൾ സ്പഞ്ച് എവിടെയെല്ലാം കാണുന്നുണ്ട് അവിടെയെല്ലാം നമുക്ക് ക്രീം ഇതേപോലെ അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് കേക്ക് തിന്നാം. അല്ലാണ്ട് നമ്മൾ ഉള്ളിൽ ക്രീമൊന്നും അപ്ലൈ ചെയ്യാണ്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് പുറത്ത് മാത്രം ക്രീം അപ്ലൈ ചെയ്തിട്ടും അങ്ങനെയും റെഡിയാക്കുന്നത്. പക്ഷേ അത് കാണാനേ രസമുണ്ടാവും, തിന്നുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉള്ളിലും ഫില്ലിങ്സ് വന്നിട്ട് നമ്മളെ കേക്ക് അങ്ങനെ വേസ്റ്റ് ആവില്ല. ഇതെല്ലാം ഒന്ന് ഒരു മാക്സിമം കഴിയുന്ന പോലെ കുറച്ചൊരു ഷാർപ്നെസ് കൊടുക്കുക. അങ്ങനെ ഓവർ ആവണമെന്നില്ല, കാരണം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിന് ക്രീം അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു വീടിൻ്റെ പരിവായി. നെക്സ്റ്റ് നമുക്ക് ഡോറ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ടൂത്ത് പിക്കിൽ ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ക്രീം അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം ആ ഒരു സ്റ്റിക്ക് കൊണ്ട് തന്നെ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഡിസൈൻ പോലെ. ഇതേപോലെ അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് കുറച്ചൊരു തിക്നെസ്സിൽ ഇങ്ങനെ റൗണ്ട് പോലെ ആക്കിയെടുത്തിന് നമ്മൾ ആ ഒരു ഡോറിൻ്റെ വലിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പുറത്തിപ്പുറത്തായിട്ട് 2 വിൻഡോസും കൂടി ചെയ്തിന്. ഇതിപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഇങ്ങനെ പുറത്തോട്ട് ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ക്രം കോട്ട് ചെയ്തിട്ടും ചെയ്യാം. ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ ഫിനിഷിങ് ആക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ റെഡ് കളർ ഇങ്ങനെ അപ്ലൈ ചെയ്തിന്. ഞാൻ ഒരു ടോപ്പ് പോർഷനില്ലേ നമ്മൾ ആ ഒരു ഓടെല്ലാം വെക്കണ്ടേ, അപ്പോൾ അതിലേക്ക് നമ്മൾ സെയിം ഡോറിൻ്റെ ആ ഒരു കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റാർ നോസിലുണ്ട് മൊത്തത്തിൽ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെൻറ്ററിലായിട്ടൊരു ഇങ്ങനെ വരച്ചു കൊടുത്തിന്, ഇങ്ങനെ ഒരു ചെരിവ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടെല്ലാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് ഞാൻ ചോക്ലേറ്റ് ഗണേശാണ് കേട്ടോ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ആ ഡോറിൻ്റെ ഭാഗത്തും പിന്നെ നമ്മളെ വിൻഡോൻ്റെ ഭാഗത്തേക്കെല്ലാം ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഗണേശ് കൊണ്ട് ഇതേപോലെ സെയിം ആർച്ചും കാര്യമെല്ലാം വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട് റെഡിയായി. നല്ല ക്യൂട്ടുണ്ട് കേട്ടോ. റെഡിയാക്കിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കും കാര്യമെല്ലാം ഉണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇനി നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തെടുത്ത ആ ഒരു കേക്കില്ലേ അതിൻ്റെ ഇങ്ങനെ സെൻറ്ററിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നമ്മൾ ആ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് പോലെ നമുക്കിങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ലെവലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റെപ്പും കാര്യമെല്ലാം റെഡിയായി. ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റീന്. ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടായിട്ട് നമ്മൾ ഈ കേക്കിൻ്റെ സൈഡിലുള്ള പോർഷനില്ലേ പുറത്തേക്ക് കേക്ക് കാണുന്ന അത് ആദ്യം ലെവൽ ചെയ്തെടുക്കണമായിരുന്നു. പക്ഷേ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. സ്റ്റെപ്പെല്ലാം വെച്ചെടുത്തതിന് ശേഷം കേട്ടോ ലെവൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. ബാക്കിയെല്ലാം കുഴപ്പമില്ല.
പിന്നെ സൗണ്ടിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. കാരണം ഞാനിപ്പോൾ നൈറ്റാണ് കേട്ടോ ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം മോന് ഉറങ്ങിയ ടൈമാണ്. അപ്പം നല്ലോണം വോയിസിൽ പറയാനും പറ്റില്ല. നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ക്രീമും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഞാൻ വെറുതെ ഇങ്ങനെ വിട്ടു. അപ്പം എനിക്ക് അത്ര രസം തോന്നിയില്ല. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ സൈഡിലെല്ലാം ആക്കിയിട്ടൊരു സ്റ്റെപ്പ് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു സ്റ്റെപ്പ് പോലെല്ലാം ആയി. നെക്സ്റ്റ് കലാപരിപാടി നമ്മൾ ഈ ഒരു വീടിന് കേക്കിൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നില്ലാന്ന്. അപ്പോൾ ഇത് നമ്മൾ തന്നെ വീട്ടിൽ മുറിക്കുന്ന കേക്കായതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്റ്റിക്കാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതിങ്ങനെ നമ്മളെ ബോർഡിൽ നിന്ന് ഇളക്കിയിട്ട് നേരെ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ലോങ്ങെല്ലാം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കേക്ക് വണ്ടിയിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സ്റ്റിക്ക് തന്നെ വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീടെല്ലാം ഉഷാറായി. ഇനി നമ്മളെ പുറം ഭാഗമെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രാസ് നോസിലാണ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തിട്ട് ആദ്യം നമുക്ക് ഇതേപോലെ കുറച്ച് ഗ്രാസ് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇത് ഈ ഒരു താഴെയായിട്ട് ബോർഡറിലെല്ലാം ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നുള്ളത്. ചോക്ലേറ്റ് ഗനാഷ് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമ്മളൊരു കോട്ട പോലെ ചെയ്തെടുക്കുക. ഇതാ കേക്കിൻ്റെ താഴത്തെ ബോർഡറിൽ ചുറ്റിലും നമുക്ക് ഗ്രീൻ കളർ, കുറച്ചും കൂടി കട്ടിയുള്ള ഗ്രീൻ കളറിൽ ഗ്രാസ് ഇങ്ങനെ ചെയ്തെടുക്കുക. സെയിം നേരത്തെ വെച്ച് അതേ നോസിൽ നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യുക. ഇനി നമ്മളെ വീട്ടിൻ്റെ ചുറ്റിലായിട്ട് നമുക്ക് മതിൽ വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് മുകളിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ കിട്ടും. എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു നല്ല അടിപൊളി മതിലത്തെ ഒരു എഫക്റ്റ് ഇല്ല, അടിപൊളിയല്ല എന്നാലും പണ്ടേത്തെ വീട്ടിനെല്ലാം ഉണ്ടാകുന്നൊരു ഏകദേശം നമ്മളൊരു മണ്ണിൻ്റെ മതിലില്ലേ ആ ഒരു ടൈപ്പിലെല്ലാം കിട്ടും. എന്താ കേക്കിലേക്ക് മിക്കി മൗസും പിന്നെ ഒരു ചെറിയ ടെഡി ബിയറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സൈഡിലും ബസ് ഉണ്ടായിന്, അതും കൂടി വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മളെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസായിട്ട് നമ്മൾ വരും. താങ്ക് യു ഫോർ വാച്ചിങ്.